അമേരിക്കൻ ആധിപത്യത്തിന്റെ അടിവേരറുക്കാൻ ആഗോള വൻ ശക്തികൾ കൈകോർക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ദശാബ്ദങ്ങളായി ലോകരാജ്യങ്ങളുടെ മേൽ തങ്ങളുടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ കരുത്തുപയോഗിച്ച് ഭരണം നടത്തിയവർക്കും മറ്റു രാജ്യങ്ങളുടെ വിഭവങ്ങൾ കൈക്കലാക്കി ആധിപത്യം ഉറപ്പിച്ചവർക്കും ഇനി വിശ്രമിക്കാമെന്ന സന്ദേശമാണ് ബ്രിക്സ് മുന്നോട്ട് വെക്കുന്നത്. ലോകക്രമം ഇനി തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം നീങ്ങില്ലെന്ന് അമേരിക്കയെ ബോധ്യപ്പെടുത്തുന്ന ചില നിർണായക തീരുമാനങ്ങൾ ഈ കൂട്ടായ്മ സ്വീകരിച്ചു കഴിഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയും അതിനെ തുടർന്നുണ്ടായ നീക്കങ്ങളും ലോക ഭൂപടത്തിൽ പുതിയ അധികാര കേന്ദ്രങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ വ്യക്തമായ സൂചനയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയോടെ വേറിറക്കാൻ ബ്രിക്സ് കൂട്ടായ്മയ്ക്ക് സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തായാലും കമന്റ് ചെയ്യൂ. നമുക്ക് വാർത്തയിലേക്ക് വരാം. പശ്ചിമേഷ്യയിൽ അമേരിക്ക ചെയ്തു കൂട്ടുന്നത് അവർ കാണുന്നുണ്ട്. മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരത്തെ ഹനിക്കുന്ന രീതികളും അറിയുന്നുണ്ട്. എല്ലാത്തിനും കൃത്യമായ മറുപടി അവർ കരുതിയിട്ടുമുണ്ട്. ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ഇനി എന്തും സംഭവിക്കാം. ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലത്തിൽ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം. ഇന്ത്യയുടെ അധ്യക്ഷ പദവിയിൽ ഈ വർഷം ബ്രിക്സ് രാജ്യങ്ങൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയുണ്ടായി. ബഹുരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്തുക, സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുക, സാമ്പത്തിക പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ആഗോളക്രമം കെട്ടിപ്പടുക്കുക എന്നിവയാണ് ഇതിലൂടെ അവർ ലക്ഷ്യമിടുന്നത്. ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് വിദേശകാര്യ മന്ത്രിമാരുടെയും പ്രതിനിധികളുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വളർന്നു വരുന്ന സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള സഹകരണം വർദ്ധിക്കുന്നതിനും ഗ്ലോബൽ സൗത്തിന്റെ അതായത് വികസ്വര രാജ്യങ്ങളുടെ താല്പര്യങ്ങൾക്കും ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിനും ബ്രിക്സ് ഒരു പ്രധാന വേദിയായി മാറിയിട്ടുണ്ട് എന്നത് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. നേരത്തെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ലോകത്തിൽ സംസാരിക്കവേ ലോകക്രമത്തിൽ സമാധാനവും സുരക്ഷയും അത്യന്താപേക്ഷിതമാണെന്ന് ഓർമ്മിപ്പിച്ചിരുന്നു. ചർച്ചകളിലൂടെയും നയതന്ത്ര നീക്കങ്ങളിലൂടെയും മാത്രമേ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കൂ എന്ന് സമീപകാല സംഘർഷങ്ങൾ തെളിയിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബ്രസീൽ വിദേശകാര്യമന്ത്രി മൗറോ വിയേര, റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ്, ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാക്ചി തുടങ്ങിയവർ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരതയ്ക്കായി കെട്ടിപ്പടുക്കുക, അതായത് ബിൽഡിംഗ് ഫോർ റെസിലൻസ്, ഇന്നോവേഷൻ, കോപ്പറേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി എന്നതാണ് ഈ വർഷത്തെ പരിപാടിയുടെ പ്രമേയം പോലും. പശ്ചിമേഷ്യയിലെയും ആഗോളതലത്തിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മറിയുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് എന്ന കാര്യം അറിയാമല്ലോ. ഡൽഹിയിൽ നടന്ന ബ്രിക്സ് വിദേശകാര്യ മന്ത്രിമാരുടെ കൂടിക്കാഴ്ചയെ മുൻനിർത്തി കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്കിവിടെ പറയാനുണ്ട്. വർഷങ്ങളായി ആഗോള സാമ്പത്തിക രാഷ്ട്രീയ കാര്യങ്ങളിൽ അമേരിക്ക പുലർത്തുന്ന ഏകപക്ഷീയമായ നിലപാടുകൾക്കെതിരെ വലിയൊരു വിഭാഗം രാജ്യങ്ങൾ ഇപ്പോൾ ഒന്നിച്ചു നിൽക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിലായാലും അതുപോലെ തന്നെ ഇറാനെതിരെയുള്ള ഉപരോധങ്ങളിലായാലും അമേരിക്ക സ്വീകരിക്കുന്ന നിലപാടുകൾ പല രാജ്യങ്ങളുടെയും പരമാധികാരത്തെ ബാധിച്ചിട്ടുണ്ട്. പലർക്കും ഇതിൽ അതൃപ്തിയും വിമർശനവുമുണ്ട്. ഇതിനൊരു ബദൽ വേണമെന്ന ചിന്തയിൽ നിന്നാണ് ബ്രിക്സ് എന്ന കൂട്ടായ്മ ശക്തിപ്പെടുന്നത് പോലും. ബ്രിക്സ് എങ്ങനെയാണ് ഇതിന് മറുപടി നൽകുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്, അല്ലെ? പശ്ചിമേഷ്യയിലെയും ഗ്ലോബൽ സൗത്തിലെയും രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് നൽകാൻ പോകുന്ന മറുപടി പ്രധാനമായും രണ്ട് രീതിയിലാണ്. അതിലേക്ക് കൃത്യമായിട്ട് നമുക്ക് കടന്നു ചെല്ലാം. ഒന്നാമത് സാമ്പത്തിക പ്രതിരോധം, അതായത് ഡി ഡോളറൈസേഷൻ തന്നെയാണ്. അതായത് ഡോളറിനെ ആശ്രയിക്കുന്നതിനെ കുറിച്ചും സ്വന്തം കറൻസികളിൽ വ്യാപാരം നടത്താൻ ബ്രിക്സ് രാജ്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്ന കാര്യം ഞാൻ നേരത്തെ തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ സാമ്പത്തിക ഉപരോധങ്ങൾ ആയുധമാക്കുമ്പോൾ അതിനെ മറികടക്കാൻ ഈ നീക്കം സഹായിക്കും. കൂട്ടായ ശബ്ദമാണ് മറ്റൊന്ന്. ഇറാൻ, സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങൾ ബ്രിക്സിലേക്ക് എത്തുന്നതോടെ ലോകത്തെ എണ്ണ ഉൽപാദനത്തിന്റെ വലിയൊരു ഭാഗം ഈ കൂട്ടായ്മയുടെ കൈവശമായിരിക്കും. ഇത് പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദ തന്ത്രങ്ങളെ പ്രതിരോധിക്കാൻ അവരെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഘടകവുമാണ്. മറ്റൊന്ന് ഇന്ത്യയുടെ പ്രസക്തിയാണ്. ഡൽഹിയിൽ നടന്ന ചർച്ചകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഊന്നി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അല്ലെ? ഗ്ലോബൽ സൗത്തിന്റെ ശബ്ദത്തെ കുറിച്ചാണ് അതിൽ പ്രധാനപ്പെട്ടത്. ഏതെങ്കിലും ഒരു രാജ്യം മാത്രം ലോകരാജ്യങ്ങൾ തീരുമാനിക്കുന്ന രീതി ഇനി നടപ്പിലാകില്ല എന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. നയതന്ത്രം പ്രധാനപ്പെട്ടതാണെന്നും അവർ പറയുന്നുണ്ട്. യുദ്ധമല്ല, മറിച്ച് ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് റഷ്യയും ഇറാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കിടയിൽ വലിയ ചർച്ചയുമായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അമേരിക്ക ഒരിക്കലും ചെയ്യാത്തത് പരമാധികാരത്തോടുള്ള ബഹുമാനമാണ്. മറ്റു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പുതിയ ലോകക്രമം, അതായത് ഇൻക്ലൂസീവ് വേൾഡ് ഓർഡർ കെട്ടിപ്പടുക്കുക എന്നതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. ഇനി എന്ത് സംഭവിക്കാം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ബ്രിക്സ് രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നത് അമേരിക്കയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും വലിയ വെല്ലുവിളിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾ ഇപ്പോൾ അമേരിക്കയെ മാത്രം ആശ്രയിക്കുന്നതിന് പകരം ചൈനയുമായും റഷ്യയുമായും ഇന്ത്യയുമായും ബന്ധം ശക്തമാക്കുകയാണ്. വരും ദിവസങ്ങളിൽ ആഗോള വ്യാപാരത്തിലും സുരക്ഷാ കാര്യങ്ങളിലും വലിയ മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുകയും വേണം. ലോകം ഒരു മൾട്ടി പോളർ, അതായത് പല ശക്തി കേന്ദ്രങ്ങളിലുള്ള രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ്
ഇതിന്റെ വ്യക്തമായ സൂചന. ചുരുക്കി പറഞ്ഞാൽ ഉപരോധങ്ങളും ഭീഷണികളും കൊണ്ട് മറ്റു രാജ്യങ്ങളെ നിയന്ത്രിക്കാമെന്ന കാലം കഴിയുകയാണെന്നും അതിനുള്ള കൃത്യമായ മറുപടിയാണ് ബ്രിക്സിലൂടെ രൂപപ്പെട്ടു വരുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. 2001 ഗോൾഡ്മാൻ സാക്സിലെ സാമ്പത്തിക വിദഗ്ധനായിരുന്ന ജിം ഒനീലാണ് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചയെ സൂചിപ്പിക്കാൻ ബ്രിക് എന്ന പദം ആദ്യമായി ഉപയോഗിക്കുന്നത് പോലും. ഈ രാജ്യങ്ങൾ ഒത്തുചേരുന്നതിലൂടെ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് അദ്ദേഹം അന്ന് നിരീക്ഷിക്കുന്നുണ്ട്. ഇതിന്റെ തുടർച്ചയായി 2006 ഈ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാർ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയുടെ ഭാഗമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. 2009 റഷ്യയിലെ റയാക്കറ്റൻസ്ബർഗിൽ വെച്ച് ആദ്യത്തെ ഔദ്യോഗിക ഉച്ചകോടി നടന്നു. 2010 ദക്ഷിണാഫ്രിക്ക കൂടി ഈ കൂട്ടായ്മയിൽ അംഗമായതോടെയാണ് ഇത് ബ്രിക്സ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങുന്നത്. 2024 ഇറാൻ, UAE, ഈജിപ്ത്, എത്യോപ്യ എന്നീ രാജ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തി ഈ കൂട്ടായ്മ കൂടുതൽ വിപുലീകരിക്കുകയായിരുന്നു. ഈ കൂട്ടായ്മയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ആഗോള രാഷ്ട്രീയ സാമ്പത്തിക ക്രമത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾക്കുള്ള അമിത സ്വാധീനം കുറയ്ക്കുക എന്ന് തന്നെയാണ്. ലോകബാങ്ക്, IMF തുടങ്ങിയ പാശ്ചാത്യ കേന്ദ്രീകൃത സ്ഥാപനങ്ങൾക്ക് ബദലായി സ്വന്തം നിലയിൽ തന്നെ സാമ്പത്തിക സഹകരണം ഉറപ്പിക്കാൻ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് ഇവർ സ്ഥാപിച്ചു, അതായത് NDB. ഡോളറിനെ അമിതമായി ആശ്രയിക്കുന്നതിന് പകരം അംഗരാജ്യങ്ങൾക്കിടയിൽ സ്വന്തം കറൻസികളിലുള്ള വ്യാപാരം പ്രോത്സാഹിപ്പിക്കുക എന്നതും ഇവരുടെ പ്രധാനപ്പെട്ട അജണ്ടയായിരുന്നു. ഇതുകൂടാതെ ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടം, ശാസ്ത്ര സാങ്കേതിക വിദ്യയിലുള്ള സഹകരണം, കാലാവസ്ഥാ വ്യതിയാനം നേരിടൽ തുടങ്ങിയ കാര്യങ്ങളിലും ഈ രാജ്യങ്ങൾ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെയോ ഭൂഖണ്ഡത്തിന്റെയോ ആധിപത്യമല്ലാതെ എല്ലാവർക്കും തുല്യ പ്രാധാന്യമുള്ള ഒരു പുതിയ ലോകക്രമമാണ് ബ്രിക്സ് ഇവിടെ വിഭാവനം ചെയ്യുന്നത്. അമേരിക്കയുടെ ആഗോള ആധിപത്യത്തിന് ബ്രിക്സ് പ്രധാനമായും 3 രീതികളിലാണ് വെല്ലുവിളി സൃഷ്ടിക്കുന്നത്. ആദ്യത്തേത് സാമ്പത്തികമാണ്. ലോക വ്യാപാരത്തിൽ അമേരിക്കൻ ഡോളറിനുള്ള അധികാരം കുറയ്ക്കാൻ ബ്രിക്സ് രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്ന് ഞാൻ പലകുറി പറഞ്ഞതാണ് അല്ലെ. സ്വന്തം കറൻസികളിൽ ഇടപാട് നടത്തുന്നതിലൂടെ അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധങ്ങളെ മറികടക്കാൻ ഈ രാജ്യങ്ങൾക്ക് അനായാസം സാധിക്കും. അത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് ഇറാനെ പോലെ ഒരു രാജ്യത്തിന് തന്നെയാണ്. ഇത് ഡോളറിന്റെ ആഗോള മൂല്യത്തെയും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയും ദീർഘകാലാടിസ്ഥാനത്തിൽ ബാധിക്കുകയും ചെയ്തേക്കാം. രണ്ടാമത്തെ കാര്യം വിഭവങ്ങളുടെ നിയന്ത്രണമാണ്. സൗദി അറേബ്യ, ഇറാൻ, UAE തുടങ്ങിയ എണ്ണ ഉൽപാദന രാജ്യങ്ങൾ ബ്രിക്സുമായി സഹകരിക്കുന്നത് ആഗോള വിപണിയിലെ അമേരിക്കയുടെ സ്വാധീനം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമതായി ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള വൻ ശക്തികൾ ഒന്നിച്ചു നിൽക്കുന്നതോടെ ലോക രാജ്യങ്ങൾ തീരുമാനിക്കാനുള്ള അമേരിക്കയുടെ ഏകപക്ഷീയമായ അധികാരം ചോദ്യം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് എന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ലോകം ഒരു ശക്തി കേന്ദ്രത്തിൽ നിന്നൊക്കെ മാറി പല ശക്തി കേന്ദ്രങ്ങളിലേക്ക് മാറുന്നത് അമേരിക്കയുടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ കരുത്തിന് വലിയ ഭീഷണിയും സൃഷ്ടിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ബ്രിക്സ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മീറ്റിംഗിൽ കൃത്യമായ പ്ലാനിങ്ങുകൾ അവർ തയ്യാറാക്കുന്നുണ്ട്. കാരണം അമേരിക്ക എങ്ങനെയാണ് ലോകത്തെ കൂടുതൽ വഷളാക്കുന്നത് എന്ന കാര്യം അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലെ പല രാജ്യങ്ങളും അമേരിക്കൻ വിരുദ്ധ ചേരികളാണെന്നും കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടൊരു തീരുമാനമാണ് ഇവിടെ സ്വീകരിക്കുന്നതെങ്കിൽ പോലും റഷ്യയും ഇറാനും ഒക്കെ ഈ കൂട്ടത്തിലുണ്ട്. എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് വരുന്ന നാളുകളിൽ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമന്റ് ബോക്സ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.